12 ദിവസമായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധം ഒരു കാരണവശാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുക്കുന്നു. മാത്രമല്ല, ഉപാധികളോടെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇറാനും പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനി യുദ്ധത്തിന്റെ ഭാവി എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം നേരത്തെ തന്നെ മസൂദ് പെസഷ്കിയാൻ ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞത് അയൽ രാജ്യങ്ങളായ GCC രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിച്ചു, അത് ചില പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാണ്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്തും, ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ വീണ്ടും വ്യോമാക്രമണം ഉൾപ്പെടെ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തണമെങ്കിൽ അതിൽ ആര് തീരുമാനമെടുത്തു? IRGC തീരുമാനമെടുക്കുന്നു. അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന ഈ പരമോന്നത നേതാവിന്റെ നിയന്ത്രണത്തിലുള്ള സേന അവിടെ ചില കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് അർത്ഥം. മൊജ്തബ ഖമനേയി വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി, അതായത് ഖമനയുടെ പിന്തുടർച്ചാവകാശിയായിട്ട് വന്നതോടുകൂടി അവിടുത്തെ വിദേശ നയതന്ത്ര കാര്യങ്ങളിൽ കൂടുതൽ കർക്കശമായ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നുള്ള ഒരു സംശയമാണ്. കാരണം ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ദുബായിൽ എയർപോർട്ടിൽ ഒരു ഡ്രോൺ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. 10 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിനിടയിൽ 140ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ചുരുക്കം പറഞ്ഞാൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഇറാന്റെയും ആവശ്യമാണ്, അമേരിക്കയുടെയും ആവശ്യമാണ്. എന്ത് സംഭവിക്കാനാണ് സാർ സാധ്യത? ഇപ്പോ ഇറാൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ചില ഉപാധികൾക്ക് വിധേയമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിൽ ഒന്ന്, അവരുടെ പരമാധികാരവും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ അധികാരങ്ങളും മാനിക്കപ്പെടണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നെ ഇനിയൊരിക്കലും ആക്രമിക്കില്ല എന്ന് ഇൻ റൈറ്റിംഗ് അവർക്കൊരു ഉറപ്പ് കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ, യുദ്ധത്തിന് നഷ്ടപരിഹാരം അമേരിക്ക നൽകണം എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഈ മൂന്നാമത്തെ കണ്ടീഷൻ തന്നെ അത് ഒട്ടും പ്രായോഗികമല്ല. യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം മുഴുവൻ അമേരിക്ക കൊടുക്കണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു മയം വന്നിട്ടുണ്ട്, ടെമ്പേർഡ് ആയിട്ടുണ്ട്, ഒരു പദം വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. പക്ഷേ അങ്ങനെ പദം വന്നിട്ടില്ല. ആർക്ക്? ട്രംപിന് പദം വന്നിട്ടില്ല. ട്രംപ് പറയണത് അങ്ങനെ ഉടൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. മാത്രമല്ല, ചിലത് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇറാൻ ഫോഴ്സസ് ഗോൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപിൻ്റെ ആ വർത്തമാനവും ആ ഒച്ചയും ഒക്കെ കൂടി കേട്ട് കഴിയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവിലൊരു ബോഡി ലാംഗ്വേജ് കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ഉടനെ തീർക്കാൻ ഉദ്ദേശം ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ പോയിരിക്കുന്നത് ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണല്ലോ. ആ ലക്ഷ്യങ്ങൾ കുറേയൊക്കെ നടപ്പായിട്ടേ പോരുള്ളൂ. പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പോരുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ തൽക്കാലം ആസ് ഓഫ് നൗ അദ്ദേഹം ഇത് നിർത്തുന്നതിനല്ല, അദ്ദേഹം ചെന്ന ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് ഏകദേശം അതിൻ്റെ അടുത്തെങ്കിലും എത്തിയാലോ പോരുള്ളൂ. അതാണ് ഒരു പ്രശ്നം. പിന്നെ വേറൊരു പ്രശ്നം IRGC ആണ്, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്. അപ്പോൾ നേരത്തെ തന്നെ നമുക്കൊക്കെ വലിയ കുളിരേകിയ ഒരു പ്രഖ്യാപനം പെസഷ്കിയാൻ നടത്തിയിരുന്നു. അദ്ദേഹം കുറേ ദിവസം മുമ്പ് പറഞ്ഞു, ഇങ്ങനെ അയൽ രാജ്യങ്ങളെ ആക്രമിച്ചത് തെറ്റായിപ്പോയി, ഇങ്ങോട്ട് ആക്രമണം ഇല്ലെങ്കിൽ ഒരു അയൽ രാജ്യത്തെയും ആക്രമിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതിന് മാപ്പ് പറയുകയും ചെയ്തു. മാപ്പ് പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളിലേക്ക് വളരെ ശക്തമായ ആക്രമണം നടന്നു. ഈ സൗദി ആണെങ്കിൽ അറംകോയാണ് ആക്രമിച്ചത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. അതേപോലെ സൗദിയുടെ അങ്ങനെ. പിന്നെ ദുബായിൽ എയർപോർട്ട് ആക്രമിച്ചു. ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ഒരു എയർപോർട്ടാണ്. അപ്പോൾ അതിൽ നിന്നും വേറൊന്നും പറഞ്ഞില്ല IRGC. പക്ഷേ അവർ ഒന്നും പറയാതെ തന്നെ വലിയൊരു മെസ്സേജ് കൊടുത്തു. ആരാണ് ഇവിടുത്തെ ആളെന്നുള്ളത് കാണിക്കുന്ന ഒരു മെസ്സേജ്. പെസഷ്കിയാൻ പറയുന്നതൊന്നുമല്ല ഇവിടെ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അവർ ഒരു സൂചന അതുവഴി നൽകി. പണ്ടുതൊട്ടേ ഇറാനിലെ കണ്ടീഷൻ ഇതാണ്. ആദ്യം ഇറാൻ്റെ പ്രസിഡൻ്റായത് അബുൽ ഹസൻ ബെനിസാദർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ കാലത്ത് 1979. അദ്ദേഹം കുറച്ച് അസർട്ട് ചെയ്തൊക്കെ നോക്കി. പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആരും അറിയാതെ ഭാര്യയും കുട്ടികളെയും കൂട്ടിയിട്ട് ഫ്രാൻസിൽ പോയി അവിടെ ചെന്ന് തടിയപ്പി. അങ്ങനെ ആ ഒരു ട്രഡീഷനാണ് പിന്നെ നടന്നിരിക്കുന്നത്. പ്രസിഡന്റിന് പ്രാക്ടിക്കലി ദർ ഇസ് നോ സേ എന്നുള്ളതാണ് ഒരു
കാര്യം മാത്രമല്ല, ഇദ്ദേഹം പ്രസിഡന്റായി കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തോ ഇഞ്ചറി പറ്റിയതായിട്ട് ചിലർ പറയുന്നുണ്ട്. മരിച്ചു പോയോന്നൊരു ചെറിയ സംശയം ചിലർ വാർത്ത ഒരുപക്ഷെ പുറത്തു വിടാത്തതാവാം. വാർത്ത പുറത്തു വിടാത്തതായിരിക്കാം. അങ്ങനെയൊക്കെയും ചില സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇപ്പോ ആരാണ് ഇറാന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതൊരു പ്രശ്നമാണ്. പെഷസ്കിയാൻ പറയുന്ന യുദ്ധം നിർത്താന്ന് പറയുമ്പോൾ അതിന്റെ ഈ ഇരട്ടി ശക്തിയിൽ അങ്ങോട്ട് ആക്രമണങ്ങൾ നടത്താണ്. അതും ശംഖിന് കുത്തണ പോലെയാണ്. ഈ അരംകോ, ദുബായ് എയർപോർട്ടിലൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്ത് കളയും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇദ്ദേഹം എന്തെങ്കിലും സമാധാനത്തിന്റെ കാര്യം പറഞ്ഞാൽ അതിലും ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് അങ്ങോട്ടടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെഷസ്കിയാൻ നോ എന്ന് പറയുമ്പോൾ ഇവര് അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ ഈ ഇറാന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ IRGCയെ പറ്റി പറയുന്നത്, ദേ ആർ നോട്ട് ജസ്റ്റ് മിലിറ്ററി, വെറുതെ ഒരു മിലിറ്ററി മാത്രമല്ല സാധാരണ രാജ്യങ്ങളുടെ പോലെ. വാസ്തവത്തിൽ ഇറാന് സ്വന്തമായിട്ടൊരു ആർമി വേറെ ഉണ്ട്. ബോർഡർ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള നമുക്കൊക്കെ ആർമി ഉള്ള പോലെ ഒരു ആർമി അവിടെ ഉണ്ട്. ഈ IRGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോർഡർ ഡിഫെൻഡ് ചെയ്യലല്ല, അവർക്ക് ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യലാണ് ജോലി. അതേസമയം അവർക്ക് വളരെയധികം സ്വാധീനമുണ്ട്. അപ്പോൾ അവര് എ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്നാണ് അവിടെ പറയുന്നത്. അവർ തന്നെ ഒരു രാജ്യമാണ്. രാജ്യത്തിനെ രക്ഷിക്കലല്ല, രാജ്യം അവർ തന്നെയാണ് എന്നുള്ള പോലെ അവർ പെരുമാറുന്നത്. പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു പവർ സ്ട്രക്ചറുണ്ട്. പിന്നെ അവരുടെ ഇന്റലിജൻസ് ഏജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് മേജർ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വളരെ ശക്തമായ ഒരു സംവിധാനമാണ് IRGCയുടെ. അപ്പോൾ അവരാണോ ഇപ്പോൾ കമാൻഡ് ആൻഡ് കൺട്രോൾ നടത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊജ്തബ എന്ന ഇവർ എലക്ട് ചെയ്തു. ഹി സപ്പോസ് ടു ബി ദി സുപ്രീം ലീഡർ ആൻഡ് സുപ്രീം കമാൻഡർ ഒക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പിന് ചില ഒബ്ജെക്ഷൻസ് അവിടെ ഉണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഈ ഖമനൈ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് മകനെ ആക്കരുത്, അങ്ങനെ ഒരു ഡൈനാസ്റ്റിക് രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഭരണഘടന അനുസരിച്ച് അവിടുത്തെ ഈ പരമാധികാരി അല്ലെങ്കിൽ സുപ്രീം ലീഡർ ആകേണ്ടത് അവിടുത്തെ ഏറ്റവും വലിയ മതപണ്ഡിതനാണ്. അപ്പോൾ ആയത്തുള്ള റൂഹുള്ള ഖമനി ആയാലും ആയത്തുള്ള അലി ഖമനി ആയാലും രണ്ടുപേരും ആയത്തുള്ളമാരാണ്, മതത്തിൻ്റെ ഏറ്റവും വലിയ ആൾക്കാരാണ്. ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഇതില്ല. ഹീസ് നോട്ട് എ റിലീജിയസ് സ്കോളർ. ആരെ പോലെ മറ്റേ ആയത്തുള്ളമാരെ പോലെയുള്ള ഇദ്ദേഹം ആയത്തുള്ള അല്ല. അപ്പോൾ ആ രീതിയിലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിൽ അന്നത്തെ ആ വികാരം തള്ളിച്ചതിൽ ഇദ്ദേഹത്തെ എലക്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഇലക്ഷൻ എന്തുമാത്രം അംഗീകാരം ഉണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വേറെ ഒന്ന്, ഇദ്ദേഹം ഇഞ്ചറി പറ്റിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തെ ഉപയോഗിച്ച് IRGC അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അതുകൊണ്ട് ഇപ്പം ഈ പ്രഖ്യാപനം വന്നതുകൊണ്ട് നമ്മളത് അത്രയ്ക്ക് മുഖവിലയ്ക്ക് എടുക്കണോ എന്ന് സംശയമാണ്. എങ്ങനെ തോന്നുന്നു ഈ യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതിലൊരു സാഹചര്യത്തിൽ? ഇത് യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഒന്ന്, ഇറാനിൽ ഈ തീരുമാനം യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. അയാളെ പറ്റി ആദ്യമായിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ അയാളൊരു മിതവാദി എന്നാണ്. അയാൾക്ക് ഈ പറയുന്ന റോൾ അവിടെ ഇല്ല. അയാൾ പറഞ്ഞപ്പോൾ ഉടനെ, പണ്ട് നമ്മളൊരു വീട്ടിൽ ഭിക്ഷക്കാരൻ ചെന്ന് ഭിക്ഷ ചോദിച്ചപ്പോഴും പെണ്ണുമ്പിള്ള പറഞ്ഞപ്പോൾ ഒന്നുമില്ല, ഭിക്ഷക്കാരൻ തിരിച്ചുപോയി വാതിക്കയിൽ നിന്ന് പെണ്ണ് ചോദിച്ചു, നീ ഇവിടെ പോയടാ വീട്ടിൽ ഭിക്ഷ ചോദിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാ തിരിച്ചു പോവാ. വീട്ടിൽ വന്നിട്ട് ആ പെണ്ണുമ്പിള്ളയും കൂടെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഇതുപോലെ എന്തുവാ ഭിക്ഷ, ഇവിടെ ഒന്നുമില്ല, അത് പറയാനുള്ള അധികാരം എനിക്ക് എന്ന് പറഞ്ഞതാണ് ഇവിടെ IRGC അല്ലെങ്കിൽ ഈ ഖമേനി എന്ന് പറയുന്ന തലവനും കൂടെ. അത് ഇദ്ദേഹം പറഞ്ഞു GCC രാജ്യത്തെ ആക്രമിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യുദ്ധത്തിന് ഈ തീരുമാനം അല്ലെങ്കിൽ നിർത്തണമെന്ന് തീരുമാനം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് അങ്ങനെയല്ല, ഇവിടുത്തെ തീരുമാനം ഇങ്ങനെയാണ്, ഈ തീരുമാനം ഞങ്ങളാണ് എടുക്കുന്നത്, പ്രസിഡന്റിനകത്ത് റോളില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കുക. പ്രസ്താവനയിൽ കൂടിയല്ല, പ്രവർത്തിച്ച് കാണിക്കുക. അവിടെയും ഉണ്ട്, അമേരിക്കയിലും ഉണ്ടൊരു പ്രശ്നം. ഇപ്പം പുടിൻ കഴിഞ്ഞ ദിവസം വിളിച്ചു എന്ന് പറയുന്നു, അമേരിക്കയ്ക്ക് അകത്തെ യുദ്ധം കൊണ്ട് ഉണ്ടാകുന്ന കെടുതികൾ, ലോകത്തിനകത്ത് ഉണ്ടാകുന്ന കെടുതികൾ, ഇതിന് മൊത്തം മറുപടി പറയേണ്ട അമേരിക്കൻ പ്രസിഡന്റാ. ഇസ്രായേലിന് ആരോടും മറുപടി പറയണ്ട, മനസ്സിലായില്ലേ? ആര് ചോദിച്ചാലും ഞങ്ങളുടെ കാര്യമാണ്, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ കാര്യം ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ തീരുമാനിക്കുന്നു, അതിനകത്ത് ഇല്ല അമേരിക്ക മാത്രം. അമേരിക്ക ഇസ്രായേലിനൊരു പരിധി വിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല യുദ്ധം ചെയ്യുന്നതിൻ്റെ കാശ് പോലും അമേരിക്ക കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയും പ്രശ്നം. ഒന്ന്, ഈ പറയുന്ന യുദ്ധം നിർത്തണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നിർത്താൻ പറ്റത്തില്ല. രണ്ടാമത്, ഈ ഇവിടെ ഇറാനകത്തെ പ്രശ്നം അതാണ്. ഈ യുദ്ധം നിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്?
ആ ഇറാനകത്തുള്ള പരമാധികാരം അമേരിക്കയുടെ കയ്യിലാവണം, അവരെ നിയന്ത്രിക്കുന്ന രീതിയിലാവണം. ആ ഒരു പേടി എപ്പോഴും യുദ്ധം കോംപ്രമൈസ് ആകുമ്പോൾ ഉണ്ടാകുമോ, അത്തരത്തിലുള്ള തീരുമാനമാകുമോ എന്ന് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് പേടിയുണ്ട്. അപ്പം യുദ്ധം തീരുവാണെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകുന്ന രീതിയിൽ തീരട്ടെ, ഇല്ലെങ്കിൽ യുദ്ധം നടക്കട്ടെ, രണ്ടായാലും ഒന്നാണല്ലോ ഫലം. ഒന്നെങ്കിൽ അടിച്ചു തീർക്കും, അല്ലെങ്കിൽ ഈ കോംപ്രമൈസ് ഞങ്ങളെ വെച്ച് കോംപ്രമൈസ് ചെയ്ത് തീർക്കും. അപ്പൊ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് അതേ മാർഗമുള്ള. അതുകൊണ്ട് എൻ്റെ ഒരു കണക്കുകൂടനുസരിച്ച് യുദ്ധം ഉടനെ തീരാനുള്ള ഒരു അവസ്ഥയില്ല, അല്ലെങ്കിൽ അങ്ങനെ തീർക്കുന്ന രീതിയില്ല. തീർക്കാനാണെങ്കിൽ രാജ്യത്തെ സ്നേഹമുള്ളതാണെങ്കിൽ ഏതാണ്ട് ഇറാൻ തീർന്നു. ഇറാനെ ഇനി റീബിൽഡ് ചെയ്യും. ഇറാൻ ഗാസ പോലെയൊക്കെ നശിച്ച് നമുക്ക് വെളിയിൽ വാർത്ത വരുന്നില്ലെന്നേ ഉള്ളൂ. അന്ന് ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഇറാന്റെ ഭാഗമായിട്ട് ഇന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ മതി എന്ന് ഇവരെ വെളിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, മാധ്യമങ്ങളെ ഉള്ളൂ. അല്ലാതെ ഈ യുദ്ധത്തിനകത്ത് ഇറാൻ ഇങ്ങനെ പറയുമ്പോഴും ഏതാണ്ട് പൂർണ്ണമായിട്ട് ആ രാജ്യത്തെ ഇനി റീബിൽഡ് ചെയ്യണമെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, അമേരിക്ക റീബിൽഡ് ചെയ്യണം. അമേരിക്കയൊക്കെ റീബിൽഡ് ചെയ്യണമെങ്കിൽ കോടാനുകോടി രൂപ വേണം. അതേപോലെ തകർത്ത് ഇപ്പം എണ്ണ ഒഴുകി നടന്ന് തീ പിടിക്കുകയാണ്. അണയ്ക്കാനും പറ്റാത്ത എണ്ണക്കിണറൊക്കെ അവർ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. പിന്നെ വിശാലമായതുകൊണ്ടും ഈ 30 കൊല്ലം കൊണ്ട് ഇവരുടെ ആകപ്പാടെയുള്ള ചിന്തയും ജോലിയും പ്രവർത്തനവും ആ രാജ്യത്തിന്റെ പുരോഗതിയിലല്ലാത്തത് കൊണ്ടും ഈ മിസൈൽ ഉണ്ടാക്കുന്നതും ഡ്രോൺ ഉണ്ടാക്കുന്നതും അത് എവിടെ വെച്ച് വിടണമെന്ന് തീരുമാനിക്കുന്നതും ആയതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഏകദേശം ലോഞ്ച് പാടും അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ തകർത്ത് ഇനി കണ്ടുപിടിച്ച് ഓരോന്നോരോന്ന് നമ്മളില്ലേ നിർവീര്യമാക്കണം. അതിൻ്റെ ഉള്ള സമയം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധം അവരടിച്ച് തീർത്തോളാം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതി തീർത്തോളാം എന്നുള്ള മാനസികാവസ്ഥയിലാണ്. ട്രംപിന് പല പ്രഷറുകളുണ്ട്. ട്രംപിന് ഇപ്പം ആശങ്കയുണ്ട് എത്ര നീണ്ടുപോകും. ഇപ്പം ട്രംപ് വിചാരിച്ചാൽ നിർത്തത്തൊന്നുമില്ല. ട്രംപ് രാവിലെ പറയും യുദ്ധമില്ല, വൈകിട്ട് പറയും യുദ്ധം നിർത്തും. അത് പുള്ളിക്ക് പറയാം, പുള്ളിക്ക് അതിൽ അനുവദിച്ചു. പുള്ളി ആ രീതിയിലേക്കുള്ളൊരു ശൈലി പുള്ളി തന്നെ ആർജിച്ചെടുത്തു. അതുകൊണ്ട് പുള്ളിയുടെ കാര്യത്തിനകത്തൊന്നും വിശ്വാസമുണ്ട്. നമ്മൾ യുദ്ധം തുടങ്ങിയത് നമ്മൾ പോലും അതിശയിച്ചില്ല. ട്രംപ് പറഞ്ഞില്ല ഇത്രയും ഇപ്പോഴെങ്ങും ഇല്ല, ചർച്ചയൊക്കെ അവർ കയറി അടിച്ചില്ല. കയറി അടിച്ചെന്ന് ഇയാൾ അറിയാതൊന്നുമല്ല, ഇയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതങ്ങനെയാണ്. അപ്പം തീരുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട, അങ്ങനെ തീർക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. മാത്രവുമല്ല ഈ യുദ്ധം അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് തീർക്കാൻ റഷ്യയോ ചൈനയോ ഒന്നും സമ്മതിക്കത്തില്ല. അത് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഇത് തീർന്നാൽ ആ കടലിടുക്കിന്റെ നിയന്ത്രണം ഉൾപ്പെടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കയ്യിലാകും. അപ്പം അതും സമ്മതിക്കത്തില്ല. ജിയോ പൊളിറ്റിക്സിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം പെട്ടെന്ന് തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കീഴടങ്ങിയാൽ തീരും. ഇപ്പം എന്തായാലും 4 ആഴ്ച വരെ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചയായിട്ടുണ്ട്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമേരിക്കയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇറാനും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശക്തി ഇറാനുണ്ടെന്ന് അവർ തെളിയിച്ചു. IRGCയുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴും അവിടുത്തെ സുപ്രീം ലീഡറിലാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് വലിയ റോളില്ല. മാത്രമല്ല IRGCയുടെ നിയന്ത്രണത്തിലുള്ള ഈ ഖുദ്സ് ഫോഴ്സ് പോലെയുള്ള സംഘടനകൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാൻ അനുകൂലമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനകളും പുറത്തു വരുന്നു. അതുകൊണ്ട് ഇറാൻ്റെ ഉപാധികൾ ട്രംപ് അംഗീകരിക്കുമോ, ട്രംപ് പറയുന്നത് IRGC കേൾക്കുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലൂടെ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.